ചേച്ചി വന്നാലും ചേട്ടൻ വന്നാലും എന്നെ വിളിക്കാൻ വരും കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ്. എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. ചേച്ചിക്ക് ഉമ്മൻ കൊടുത്താ അച്ചോ അച്ചോടി ദേടി വരണടി കൊച്ച് ഉമ്മൻ തരാൻ. ചോ അച്ചോ 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 ചോ 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 തന്നെ ഉമ്മ കോഫി ഇടാപ്പാ. ചേച്ചിക്ക് ചായ ഇട്ട് കൊടുക്കണ്ടേ, കോഫി ഇട്ട് കൊടുക്കണ്ടേ? ബാ കോഫി തരാം, ബാ. എന്നിട്ട് എന്നാ എടുത്തോണ്ട് വരണേ. ശരി ശരി ശരി, ബാ കോഫി ഇടാപ്പാ. ചേച്ചിക്ക് കോഫി കൊടുക്കാനാണ് ഈ നിൽക്കുന്നത് കേട്ടോ. എന്തൊരു സ്നേഹം എന്നറിയാമോ. ചേട്ടനും ചേച്ചിയൊക്കെ വന്ന് ഇങ്ങനെ കുണുങ്ങി എന്നെ വന്ന് വിളിക്കും കേട്ടോ. ചേച്ചി വരുമ്പോഴേ ചേട്ടൻ വരും. ഞാൻ കിടന്ന എണീറ്റിരുന്ന് അപ്പം ഇനി കോഫി തിളച്ച് അവളെ അടുത്ത് കൊണ്ടുപോകുന്നവർ ഇങ്ങനെ കിടക്കും. പാവമാണ് കേട്ടോ, എന്ത് പറയാനാണ്, പഞ്ചപാവമാണ്. കോഫി ഇട്ടൊന്ന് കൊടുക്കോ മോൻ? മോൻ കൊണ്ടൊന്ന് കൊടുക്കോ ചോദിക്കട്ടെ. മോൻ കൊണ്ടൊന്ന് കൊടുക്കോ? എന്തിനാ ഇവിടെ കിടക്കത്തെ? ചേച്ചിക്ക് കോഫി കൊടുക്കാനാ? മമ്മി കൊടുത്തോളാടാ. അങ്ങട്ടെ കണ്ണൊക്കെ തുടക്കട്ടെ മമ്മ. നോക്ക മോഹം ഇങ്ങനെ കാണിക്ക് മോഹം. പിന്നെ എങ്ങനെയാണ് മോഹം കാണിക്കടാ? കാണിക്കണില്ലേ? ചേട്ടൻ വന്നാ ബാ. ഇങ്ങനെ കിടന്ന് എങ്ങനെയാണ്? കണ്ണ നോക്കട്ടെ പീളയൊക്കെ നോക്കട്ടെ മാമ. നോക്കട്ടെ പൗഡർ ഇക്കട്ടെ. നല്ല കുട്ടി. ചേട്ടാ എവിടെ? ചേട്ടാ വിളിച്ചേ. അച്ചു ചേട്ടാ. എടി അച്ചു ചേട്ടിയാണോ? ചേട്ടാ ഇതേ ക്ലബ്ബിൽ പോയിട്ട് വന്നതാണ്. ചേട്ടാ ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് ക്ലബ്ബിൽ പോയി. ചേട്ടാ എടാ കൊച്ചു വിളിച്ച് കേട്ടില്ലേടാ? അയ്യോ എന്നെ കാട്ടി വേണ്ടേ? ശരി വേണ്ടാന്ന് കൈ കൊണ്ട് കാണിക്കുന്നത് വേണ്ട. എനിക്ക് തുടച്ചു തരാം. ചേട്ടാന്ന് വിളിക്കണ്ടാന്ന്. തുടച്ചു തരാം. പൗഡറൊക്കെ ഇട്ടുതരാം മമ്മ. അവിടെ നോക്കട്ടെ മോഹം സുന്ദരനായോന്ന്. ശരി. എന്നെ കാതിലൊരു ചെറിയ കച്ചിട്ട് കടിക്കണ്. ചേട്ടനെ വിളിക്കണ്ട, എനിക്ക് തുടച്ചു തരാം മമ്മീന്ന്. പൗഡർ ഇട്ട് കൊടുക്കാം. ചേട്ടാന്ന് വിളിച്ചപ്പോൾ ഇവിടെ ഒരു എന്നൊരു കടി. എന്തിനാണെന്നറിയുമോ? ചേട്ടാന്ന് വിളിക്കണ്ട, ചേട്ടനെ വിളിക്കണ്ട, എനിക്ക് തുടച്ചു തരാം മമ്മി. പൗഡറൊക്കെ ഇട്ടതാ മമ്മി. പൗഡർ ഇട്ട് കൊടുക്കട്ടെ കൊച്ചിന്. ബാ വെച്ചോ, പൗഡറൊക്കെ ഇട്ട് തരാം. ശരി നോക്കട്ടെ. കാലിൻ്റെ അകമൊക്കെ തുടക്കട്ടെ. കാലിൻ്റെ അകമൊക്കെ അമ്മ കാലിൻ്റെ അകമൊക്കെ തുടക്കട്ടെ കൊച്ചു. നല്ല പൗഡറൊക്കെ ഇടാൻ പറ്റുള്ളൂ. എന്നാ കിടന്നോട്ടെ. കിടന്നു വരുന്നു കണ്ടോ? അനുസരണയുള്ള എൻ്റെ മനുഷ്യനെ പോലെയാണ് കേട്ടോ അവൻ. ബാ ബാ ആക്കട്ടെ. അച്ഛനടുത്തൊക്കെ കിടക്കുമ്പോഴേ അല്ല സുന്ദരനായിട്ട് കിടക്കണ്ടേ. ഇത് വേറെ പൗഡറൊന്നും അല്ല കേട്ടോ. അറിയാവുന്നവർക്ക് എക്സറ്റിക് പൗഡർ, ആൻറ്റി ടിക്സ് പൗഡറാണ്. അല്ല നമ്മൾ ഉപയോഗിക്കുന്ന പൗഡറൊന്നും അവന് ഇട്ട് കൊടുക്കില്ല കേട്ടോ. ഇത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ ഏത് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, ഏത് സ്പ്രേ അടിക്കുന്നതൊക്കെ കേട്ടോ. ഇത് ആൻറ്റി എക്സിറ്റിക് പൗഡറാണ്. നേരത്തെ ഒരു റോസ് ഇത് ബോട്ടിലാണ് വരുന്നത്. ഇപ്പം മാറി ഇത് ആൻറ്റി ടിക്സ് പൗഡറാണ് കേട്ടോ. വേറെ നമ്മുടെ പൗഡറൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അവൻ്റെ പൗഡറൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവൻ്റെ സ്പ്രേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവന് എന്തൊക്കെയാണോ ഡോക്ടർ. കാലൊക്കെ നോക്കട്ടെ, കാല് നോക്കട്ടെ. കാലിതാ, കാല് കാണിച്ചാ എങ്ങനെ കിടക്കുമോന്നാ? നല്ലേ കിടക്ക്. അച്ഛോ ദേ കഴിയുമോനു നൂമോനൂമേലൊക്കെ ഇടട്ടെ. ചോച്ചോ അതിന് സുന്ദരനാവണ്ടേ എൻ്റെ പൊന്നിന്. ഇത് തന്നെയാണ് ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ. അപ്പം നോക്കിയിരുന്നാലും മമ്മി പൗഡർ ഇട്ടല് തുടക്കലും പിടിക്കലും. കഴുത്തിൻ്റെ അവിടെ നോക്കട്ടെ, കഴുത്തിൻ്റെ അവിടെയൊക്കെ. ബസ് എവിടെ നോക്കട്ടെ. സുന്ദരൻ മോനായോ നോക്കട്ടെ. സുന്ദരൻ മോൻ നമ്മുടെ എവിടെ? സുന്ദരൻ. ഇതൊക്കെയാണ് വേല. ഇതൊക്കെ നോക്കട്ടെ. അയ്യോ ഇതൊക്കെയാണ് വേല. നോക്കട്ടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇടട്ടെ മാമ. കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇടട്ടെ. കഴുത്ത് കാട് ഒക്കെ ഇടണമല്ലോ. പെറ്റുകൾക്കൊക്കെ കാതിൻ്റെ അകത്തൊക്കെ എപ്പോഴും നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ടൊക്കെ തുടച്ചു കൊടുക്കണം. അതിലൊക്കെയാണ് സ്മെല്ല് വരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ തുടച്ചു. കിടപ്പ് കണ്ടോ? കിടപ്പ് എൻ്റെ പൊന്നിൻ്റെ കിടപ്പ് കണ്ടോ? കിടന്നു തരുന്നുണ്ടോ? അല്ല സുന്ദര മുഖമായിട്ട് കിടന്നു തരുന്നുണ്ടോ? സുന്ദരം മോൻ.
നല്ല മോനാണ് കേട്ടോ, ഡിസിപ്ലിനൊക്കെ ഉള്ള എൻ്റെ മോനെ. ഡിസിപ്ലിനുണ്ട്, ഒബീഡിയൻറ്റ് ബോയാണ്. വല്ല ഇടയ്ക്കൊക്കെ ഒന്ന് ഡിസൊബീഡിയൻ്റ് ഒക്കെ ആവും കേട്ടോ. ഒബീഡിയൻറ്റ് ബോയാണ്, പങ്ക്ച്വാലിറ്റി ഉണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വല്ലവരൊക്കെ കഴിക്കുന്നിടത്തൊന്നും വന്ന് നിൽക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട് അവന് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അവൻ്റെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മളൊന്നും കഴിക്കുന്നിടത്ത് വന്ന് നിൽക്കുകയോ നോക്കുകയോ ഒന്നുമില്ല. അവൻ്റെ അത് ചെറുപ്പം മുതലേ ഞാൻ ശീലിപ്പിച്ചു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ആരും ഗസ്റ്റ് വന്നു കഴിഞ്ഞാലും ആര് വന്നാലും അവൻ്റെ ഫുഡുണ്ട്. അവൻ്റെ ഫുഡൊക്കെ ഞാൻ പല വീഡിയോസിൽ പുതിയ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയാണ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഫുഡ് പ്രത്യേകം കൊടുക്കുന്നു, എണ്ണ ഇടാറില്ല, ബട്ടറൊന്നും ഇടാറില്ല, നെയ്യൊന്നും ഇടാറില്ല. പിന്നെ പപ്പായ, ക്യാരറ്റ്, ബ്രൊക്കോളി, പിന്നെ മിഷ്ടികളെന്ന് പറയുന്നത് നമ്മുടെ മധുരക്കിഴങ്ങ്, ഇതൊക്കെയൊക്കെ കൂടിയ ഫുഡ്. പിന്നെ ആപ്പിള്, പഴം, തൈര്, ഒരു നേരം ചോറ് കൊടുക്കാറുള്ളൂ. ചിക്കൻ പുഴുങ്ങിയത്, വേറെ മീറ്റ് കൊടുക്കാറില്ല കേട്ടോ. വേറെ മീറ്റ് ഞങ്ങളിവിടെ വെക്കാറില്ല, അതുകൊണ്ടാണ്. ചിക്കൻ മാത്രമേ ഉള്ളൂ. മീൻ കൊടുക്കാറില്ല. മീനൊന്നും കൊടുത്തുള്ള ഇതൊന്നുമല്ല. മീൻ വറുത്ത് അങ്ങനത്തെ ഒരു സാധനവും കൊടുക്കാറില്ല. മീൻ അവന് ഇന്ന് വരെ കൊടുത്തിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. ആ ചേട്ടാ ഒന്ന് നോക്കിയേ, പൗഡറൊക്കെ ഇട്ട് നല്ല വാസനയൊക്കെ ഉണ്ടോയെന്ന് നോക്കിയേ. ആ ചേട്ടാ ഇടക്കിടക്ക് വരൂ, എന്നിട്ടൊന്ന് ഇരിപ്പ് കണ്ടോ. അവന് നമ്മൾ അങ്ങനത്തെ ഫുഡൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. മത്തങ്ങ ഇതൊക്കെ വേവിച്ചത്, ബീൻസ്, ക്യാരറ്റ്, ഞാനത് പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. കുക്കറിലിട്ട് നല്ലവണ്ണം വേവിച്ച് ബ്ലമ്മനെയൊക്കെ ആക്കി കുറച്ച് തൈര് അവന് വേണം കേട്ടോ. അപ്പോൾ ചൂട് സമയത്ത് നമ്മൾ തൈര് ഇച്ചിരി കൂടുതൽ കൊടുക്കും, തണുപ്പ് സമയത്ത് അത് കുറവായിരുന്നു. അത് പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങ് ഇതൊക്കെ പുഴുങ്ങിയാണ് കൊടുക്കുന്നത്. ആപ്പിൾ കൊടുക്കും. പിന്നെ അവന് ഈന്തപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. ഈന്തപ്പഴം ഞങ്ങൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. ഈന്തപ്പഴം ഭയങ്കര ഇഷ്ടം. എത്ര പാക്കറ്റ് കൊടുത്തിരുന്നാലും ആ പാക്കറ്റ് തീരുമ്പോഴും വന്നുകൊണ്ട് ഇരിക്കും കേട്ടോ അവന്. ഈന്തപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഈന്തപ്പഴം തീർന്ന് പിന്നെയും മേടിച്ച് വെക്കണം. ഈന്തപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പഴം ഞാനൊന്ന് ആ പഴം അവനിങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഞാൻ പീച്ചി തൈരുമായിട്ട് ചോറിലിട്ട് കൊടുക്കും. മാമ്പഴ സീസണാണെങ്കിൽ മാമ്പഴം അടിച്ചിട്ട് ഞാൻ തൈരും മാമ്പഴം ചോറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കും. മാമ്പഴ സീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസമൊക്കെ ഇല്ലേ, മാമ്പഴം 1.5-2 മാസം ഉണ്ടാവുള്ളൂ. എന്നും കൊടുക്കത്തില്ല. ഒരു ദിവസം മാമ്പഴം ഇട്ടാണെങ്കിൽ ഒരു ദിവസം പഴം, ഒരു ദിവസം ഞാൻ ആപ്പിൾ ഒന്ന് അടിച്ച് ചോറിലേക്ക് ഇട്ട്. കാരണം ഇങ്ങനെ തിന്നാൻ അവന് ഇത്തിരി വിഷമമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. അതൊക്കെയാണ്. പിന്നെ അവന് ഡോക്ടർ പറയുന്ന മെഡിസിൻ, പലരും പറഞ്ഞ മെഡിസിൻ കൊടുക്കാൻ പാടില്ലെന്ന്. ഞങ്ങളുടെ സ്വയം ഇഷ്ടപ്രകാരം കൊടുക്കുന്നതല്ല കേട്ടോ, ഡോക്ടർ എഴുതി തരുന്ന മെഡിസിൻസാണ്. അങ്ങനെയാണ് എൻ്റെ മോനെ നോക്കുന്നതും ഒക്കെ കേട്ടോ. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന പൗഡറോ സ്പ്രേ ഒന്നും അടിക്കാറില്ല. നമ്മൾ ഡോക്ടർ പറയുന്ന ഷാമ്പു, പിന്നെ ഡോക്ടർ പറയുന്ന ഇതുപോലെ എക്സോട്ടിക് പൗഡർ, പറയുന്ന മെഡിസിൻസ്, പറയുന്ന സ്പ്രേ, അതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല മോനായിട്ട് കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ കിടന്നോളും. ഫുഡൊക്കെ കൊടുത്തു, തുടച്ചൊക്കെ എടുത്തു. നിങ്ങൾ കണ്ടില്ലേ രാത്രിയിലത്തെ ചിക്കനൊക്കെ പുഴുങ്ങി കൊടുത്തു. ചിക്കൻ മാത്രമേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. വേറെ മാംസം ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് കൊടുക്കാറില്ല. ഇവിടെ 2-3 ചിക്കൻ കടയുണ്ട്. അപ്പോൾ നമുക്ക് കൊണ്ടുവരും. ഇല്ലെങ്കിൽ അവൻ്റെ ഡാഡി പോയി മേടിക്കും. കാരണം നല്ല ഇറച്ചിയുടെ ഇത് തരാണ്. അവർ കൊണ്ടുവരുമ്പോൾ ഈ ചവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അവന് ഇഷ്ടമല്ല കേട്ടോ. അത് കാരണം ഇനി ഞങ്ങൾ കിടന്ന് ഉറങ്ങിക്കോളും. ഇടയ്ക്ക് ഇനി കുറച്ച് നേരം എണീക്ക് കളിക്കും. ഇനി അച്ഛൻ വരാൻ കാത്തിരിക്കും. ഇപ്പോൾ അച്ഛൻ TV കാണുന്നത് 9 മണിയാകുമ്പോൾ വന്ന് ഇവിടെ കിടന്നോളും അച്ഛൻ്റെ കൂടെ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ദേ ബോണൊക്കെ ഈ ഒരു വഴിയാക്കി അവൻ. ഇത് കണ്ടോ കടിച്ച് ഈ ബോണ് ഞാൻ ഒളിച്ച് വെച്ചിട്ട് നാട്ടിൽ പോയി കേട്ടോ. അപ്പോൾ ഈ ബോൺ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ എനിക്കും ഓർമ്മയില്ലായിരുന്നു എവിടെ നിന്ന്. ഇവൻ്റെ ബെഡില്ലേ, കണ്ടോ ഇവൻ്റെ ബെഡിൽ തന്നെയാണ് ഇത് കിടന്നിരുന്നത്. ഈ ബോണില്ലാതെ അവൻ ബോണിൽ കളിച്ച് കിടന്നുറങ്ങുള്ളൂ. ഇപ്പോൾ ഇത് ആദ്യങ്ങളിലൊന്നും ഇത് കടിച്ചു പൊട്ടിക്കില്ല. ഇപ്പോൾ കണ്ടോ ഇത് കടിച്ചാലും വരാൻ പറ്റാത്തതാണ് കേട്ടോ. എന്തോ അത് കളിച്ചുകൊണ്ടിരിക്കുക, കഴിക്കാൻ നിൽക്കരുത് കേട്ടാ. ബോൺ വെച്ച് കുറച്ച് നേരം കളിച്ചോടും കിടന്നോടും. അച്ഛൻ വരുമ്പോഴും കിടന്നോളും. എൻ്റെ മോൻ സുന്ദരനല്ലേ? സുന്ദരനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒത്തിരി പേര് മെസ്സേജ് ചെയ്യണേ. എൻ്റെ മോൻ സുന്ദരനും നല്ല പുരുഷത്വമുള്ള മോനാണ് അല്ലേ? നല്ല സുന്ദരനും നല്ല പുരുഷത്വമുള്ള മോനാണ്. സന്യാസിയാണ് കേട്ടോ. എൻ്റെ മോൻ സന്യാസിയാണ്, വിവാഹം കഴിച്ചിട്ടില്ല.
വിവാഹം കഴിച്ചിട്ടേ ഇല്ല, സന്യാസിനിയാണ്. ആ അവൻ വിവാഹം കഴിച്ചിട്ടേ ഇല്ല കേട്ടാ. ആ 2-3 പേര് വന്നിട്ട് എൻ്റെ മോനെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ. നല്ല സുന്ദരിമാരല്ലെന്ന് തോന്നി. അവന് ഇഷ്ടം ഭോജയാട്ടോ. പാവം, ഭോജയുള്ള അങ്ങനെയുള്ള ഇഷ്ടമല്ല, ഒരു കളിയാണ് കേട്ടോ അവന്. ഒരു പാവം, അത് അവനറിയാം. അവൾ ഭോജ ഒരു രോഗിയാണെന്നറിയാം. അതുകൊണ്ട് ഇവനെ ഒരു മയവും സ്നേഹവും, അല്ലാത്ത ഇഷ്ടമൊന്നും അല്ല കേട്ടോ. അല്ലാത്ത ഇഷ്ടത്തിൽ എൻ്റെ കൊച്ചു പോയിട്ടില്ലേ, കളിക്കാനേ പോളൂ. ആ അപ്പോൾ ആരെങ്കിലുമൊക്കെ സുന്ദരിമാരായിട്ടുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ വരണേ. നോക്കട്ടെ മാമ, പറയട്ടെ ചേച്ചിമാരോട് ചേട്ടന്മാരോടൊക്കെ. എൻ്റെ മോൻ നല്ല സന്യാസിയാണ് കേട്ടോ. കപട സന്യാസിയൊന്നുമല്ല, സന്യാസിനിയല്ല കേട്ടോ. സന്യാസിനി അല്ല, സന്യാസി ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ആയിട്ട് വരണ്ടേ. ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇപ്പോൾ ഒരുപാട് നാളായി. ഈ വീട് പണിയും നാട്ടിലുള്ള പോക്കും എല്ലാം കാരണം ഞാൻ പല വീഡിയോസിലും പറഞ്ഞു ഭയങ്കര മിസ്സിങ് വന്നിട്ടുണ്ട്. എൻ്റെ ഒരുപാട് വാച്ച് അവർ കുറഞ്ഞ്. ഇനി ഇതുപോലെ വാച്ച് അവറൊക്കെ വരണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹായങ്ങളൊക്കെ വേണം കേട്ടോ. നിങ്ങൾ ഷെയർ ചെയ്ത് തന്നാൽ പല ആൾക്കാരുടെ കയ്യിലേക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാവരും ഒന്നും കൂടെ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യണം. സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണുക. ഷെയർ ചെയ്ത് പലരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാലേ എൻ്റെ സ്കൂബി മോനെ ഒരുപാട് പേര് കാണുള്ളൂ. എൻ്റെ മോനെ കണ്ട് എല്ലാവരും ആഗ്രഹിച്ച് നല്ല സുന്ദര മോൻ്റെ വീഡിയോ കാണുള്ളൂ. ഓ കേട്ടോ, അച്ഛൻ വരാം. താടിക്ക് കയ്യിൽ താടിയും വെച്ചിരിക്കുന്ന കേട്ടോ. എന്നാലും അച്ഛൻ വന്നാലും അവന് ഉറക്കം വരും.